സിനിമാ നടന്മാർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന ക്രിസ്റ്റീന എന്നത് വിളിപ്പേരാണ്. യഥാർത്ഥ പേര് തസ്ലീമ സുൽത്താന എന്നാണ്. കണ്ണൂർ സ്വദേശിയായ തസ്ലീമ തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായും തിരക്കഥ പരിഭാഷ ചെയ്യുന്ന ആളായും ജോലി ചെയ്തിരുന്നു. അങ്ങനെയാണ് മലയാള സിനിമയിലേക്കും അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ചെന്നൈയിൽ എത്തുന്ന ന്യൂജൻ സിനിമാക്കാരുമായി പെട്ടെന്ന് അടുക്കുന്ന തസ്ലീമ പിന്നീട് താവളം കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് 3 മലയാള സിനിമകളിലും തസ്ലീമ മുഖം കാണിച്ചിട്ടുണ്ട്. തൃക്കാക്കര കേന്ദ്രീകരിച്ച് മസാജ് പാർലർ ഇവർ നടത്തിയിരുന്നു. മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുടുങ്ങിയതോടെ തസ്ലീമയുടെ തനി നിറം പുറത്താകുകയും ചെയ്തു. എന്നാലും കൊച്ചിയിലെ സിനിമാക്കാരുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല. ഏറെ നേരം ലഹരി നൽകുന്ന കനാബി സെൻസിക്ക, കനാബി സറ്റീവ എന്നീ ഇനങ്ങൾ മലയാള സിനിമയിലെ യുവ സൂപ്രതാരങ്ങൾക്ക് പ്രിയങ്കരമായത് തസ്ലീമയിലൂടെയാണ്. സാധാരണ കഞ്ചാവിന് ഗ്രാമിന് പരമാവധി 300 രൂപയാണ് വിലയെങ്കിൽ ഇതിനെല്ലാം ഗ്രാമിന് 10,000 വരെയാണ് വില. അതുകൊണ്ട് തന്നെ പണമുള്ളവർക്കും വലിയ താരങ്ങൾക്കും മാത്രമേ ഇതൊക്കെ കിട്ടുകയുമുള്ളൂ. ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള തസ്ലീമ ലഹരി ഇടപാടിൽ നിന്ന് ലഭിക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. മംഗലാപുരം, കോഴിക്കോട്, കൊച്ചി എന്നീ നഗരങ്ങളിൽ ലഹരി ഇടപാട് നടത്തിയിരുന്നു. ആലപ്പുഴയിൽ പിടികൂടിയ കഞ്ചാവ് 30 ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് സ്വദേശിയാണ് അവർക്ക് കൈമാറിയത്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർ ഉൾപ്പെടെ പലർക്കും ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ടെന്ന് തസ്ലീമ വെളിപ്പെടുത്തുകയും ചെയ്തു.